19 വയസ്സ് മാത്രം പ്രായമുള്ള 5 കുട്ടികൾ ഒന്നിച്ച് ഇല്ലാതായതിന്റെ ഞെട്ടലാണ് കേരളം. മഴയത്ത് കാഴ്ച മങ്ങിയതും ടയർ റോഡിൽ തെന്നി മാറിയതുമാകാം ദുരന്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 5 പേരുടെയും മൃതശരീരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനും പൊതുദർശനത്തിനും ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഹൃദയമുലയ്ക്കുന്നതായിരുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലെ പൊതുദർശന ചടങ്ങിലെ നിമിഷങ്ങൾ. ഇന്നലെ വരെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പഠിച്ചും പ്രതീക്ഷകൾ പങ്കുവച്ചും കൂട്ടുകൂടിയും നടന്ന ചങ്ങാതി കൂട്ടത്തിൽ 5 പേർ ക്യാമ്പസ് മുറ്റത്ത് ജീവനറ്റ് കിടന്നു. അടുത്തടുത്ത് ഒന്നിച്ചിട്ട് കുറഞ്ഞ നാളെ ആയുള്ളുവെങ്കിലും സ്നേഹമായി പരസ്പരം മാറിത്തുടങ്ങിയവർ. സഹപാഠികളും അധ്യാപകരും ജീവനക്കാരും ക്യാമ്പസ് ഒന്നാകെ ഒന്നിച്ചു വന്നു. അവരെ ഒരുമിച്ച് ഒരിക്കൽ കൂടി കണ്ടു. ദുരന്തം ഉൾക്കൊള്ളാനാകാതെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, കണ്ണീരടക്കാനാകാതെ ക്യാമ്പസ്. പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ വലിയ ജനാവലി വിതുമ്പലോടെ അന്ത്യയാത്രാ മൊഴി നൽകി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സംസ്ഥാന സർക്കാരിനു വേണ്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ്, പി പ്രസാദ് എന്നിവർ അന്ത്യോപചാരം അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ഒരുമിച്ചിറങ്ങി ഒറ്റയൊറ്റയായി അവരുടെ അന്ത്യയാത്ര. ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരി മുക്കിന് സമീപം ഇന്നലെ രാത്രി 9:20 നാടിന് തീരാവേദനയായ ദാരുണ അപകടമുണ്ടായത്. ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വരികയായിരുന്നു KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്. ആലപ്പുഴയിലേക്ക് വരികയായിരുന്ന കാറ് ബസ്സിലേക്ക് പാഞ്ഞു കയറി. ഇടിയുടെ ആഘാതത്തിൽ കാർ ഏതാണ്ട് പൂർണ്ണമായി ബസ്സിനടിയിലായി. പൂർണ്ണമായും തകർന്നു. 11 പേരായിരുന്നു കാറിൽ. എല്ലാവരും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥികൾ. ആലപ്പുഴയിലേക്ക് സിനിമ കാണാൻ പോകുന്ന വഴിയിലായിരുന്നു അപകടം. അതുവഴി കടന്നുപോയ മറ്റു വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും ഓടിക്കൂടിയാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. തൊട്ടു പിന്നാലെ പോലീസും എത്തി. കാർ വെട്ടിപ്പൊളിച്ച് അരമണിക്കൂറോളം സമയമെടുത്താണ് കുട്ടികളെ പുറത്തെടുത്തത്. 3 പേർ തൽക്ഷണം മരിച്ചിരുന്നു. 2 പേർ ആശുപത്രിയിലേക്കുള്ള വഴിയിൽ. കോട്ടയം പാലാ സ്വദേശി ദേവാനന്ദൻ, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം, ആലപ്പുഴ കാവാലം സ്വദേശി ആയുഷ് ഷാജി, പാലക്കാട് സ്വദേശി ശ്രീദീപ് വത്സൻ, കണ്ണൂർ സ്വദേശി മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ. 5 കുട്ടികൾ, എല്ലാവർക്കും 19 വയസ്സ് മാത്രം പ്രായം. അപകട സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്തെത്തിയ കാറ് വെട്ടിച്ചു മാറ്റാനാകാതെ ബസ്സിൽ ചെന്നിടിക്കുകയായിരുന്നു. KSRTC ഡ്രൈവർക്ക് ബ്രേക്ക് ചെയ്യാനുള്ള സമയം പോലും കിട്ടിയില്ല. കാറിലുണ്ടായിരുന്ന കൃഷ്ണദേവാനന്ദ്, ആൽവിൻ, മുഹസിൻ, ഗൗരി ശങ്കർ എന്നിവർ പരിക്കുകളോടെ ചികിത്സയിലാണ്. 2 പേരുടെ നില ഗുരുതരമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ചുമതല വഹിക്കുന്ന ഡോക്ടേഴ്സുമുണ്ട്. അപ്പോൾ നിലവിലുള്ള ട്രീറ്റ്മെൻറ്റും അവരുടെ ശാരീരിക അവസ്ഥയും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് കൂടി അവർ കൂട്ടായിട്ട് ആലോചിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേരുന്നത്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ നില വളരെ വളരെ മോശമാണ്. പക്ഷെ പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത് ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കാറിലുണ്ടായിരുന്ന ഷെയ്ൻ ഡെൻസ്റ്റൺ എന്ന കുട്ടി പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കാറിന് അമിതവേഗം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് കലക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തിയ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് RTO പറയുന്നു. ആ വണ്ടി ഒരു സെൻട്രലൈസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ മുട്ടാതിരിക്കാനായിരിക്കണം ഒരുപക്ഷെ ബ്രേക്ക് ചവിട്ടിയിരിക്കുന്നത്. ആ ബ്രേക്ക് ചവിട്ടിയപ്പോൾ വണ്ടി വലതുവശത്തേക്ക് സ്കിഡായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഒരു സ്കിഡിങ് ആണ് അവിടെ സംഭവിച്ചത്. മഴയത്ത് റോഡിൽ സ്കിഡായി മുന്നോട്ട് പോയി KSRTC ബസ്സുമായിട്ട് ഇടിച്ചു. 14 വർഷം പഴക്കമുള്ള ടവേര കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇത് കുട്ടികൾ വാടകയ്ക്കെടുത്ത കാറാണെന്നാണ് പോലീസിന്റെ നിഗമനം. എന്നാൽ വാഹനോടമ ഇക്കാര്യം നിഷേധിച്ചു. അപകടത്തിൽ മരിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറുമായുള്ള മുൻപരിചയത്തിൽ സൗജന്യമായി നൽകിയതെന്ന് ഉടമ അബ്ദുൽ ജാമിർ. ഒരു മാസമായിട്ടുള്ള പരിചയമുണ്ട്.
അപ്പോൾ എന്നോട് ഇതുവരെ ഇവിടെ വന്നിട്ട് രാത്രി സന്ധ്യയായപ്പോൾ 7:30 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഫുൾ അവധിയാണ്, അപ്പോൾ ഒന്ന് സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാനായിട്ട് വണ്ടി ഒന്ന് കയറി. അപ്പോൾ ഞാൻ പറയും എനിക്ക് മോനെ ഇങ്ങനെയുള്ള പരിചയമല്ലേ ഉള്ളൂ, അല്ലാതെ കൂടുതലായിട്ടുള്ള പരിചയമില്ല, മോൻ കണ്ണൂർ താമസിക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. എൻ്റെ ഇക്കായുമായിട്ട് ഇക്കാന്ന് വിളിച്ചാൽ എൻ്റെ വീട്ടിൽ ചോദിച്ചിട്ട് തന്നാൽ മതി, അപ്പോൾ ഇക്കയുടെ നമ്പരും എൻ്റെ തന്നു. കാറിന് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ വാടകയ്ക്ക് നൽകാനുള്ള പെർമിറ്റുള്ള വണ്ടിയല്ല. മഴ പെയ്ത് നനഞ്ഞു കിടന്ന റോഡിൽ ബ്രേക്ക് കിട്ടാതെ കാറിന്റെ ടയർ തെന്നി മാറിയതാകാമെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നുള്ള സൂചന. എയർ ബാഗ് സുരക്ഷയില്ലാത്ത വണ്ടിയാണ്. ഉള്ളിൽ 11 പേർ ഉണ്ടായിരുന്നതുകൊണ്ട് പലരും മടിയിലൊക്കെയാകാം ഇരുന്നത്. ഇതെല്ലാം അപകടത്തിന്റെ വ്യാപ്തി വലുതാക്കി. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്കും പരിക്കുണ്ട്. ആരുടെയും നില ഗുരുതരമല്ല. ന്യൂസ് മലയാളം, ആലപ്പുഴ.